ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ രണ്ടാഴ്ച മുമ്പ് 2-3 ആഴ്ചയായി നമ്മൾ ജാതിക്കൊക്കെ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോകും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. വായോ, നമുക്കെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് ആ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുത്ത ഒരു ജാതി തൈ. അപ്പോൾ ഇത് നോക്കുമ്പോൾ പുതിയ തളിരുകളൊക്കെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും നല്ല രീതിയിൽ പ്രാവശ്യം ഉണക്ക് ബാധിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ വളം കൊടുക്കുന്നതിന് മുമ്പ് 2 മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വളം കൊടുത്തത്. ഇത് നല്ല രീതിയിൽ ഉണക്ക് ബാധിച്ചൊരു തൈയാണത്. ഇത് ഫസ്റ്റ് തന്നെ നമ്മളടിച്ച വളം കൊടുത്ത ഒരു തൈ. എല്ലാം നല്ല കൂമ്പുകളും തളിരുകളൊക്കെ കയറി പിടിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാണ്ടല്ലോ അല്ലേ. ഇത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അന്ന് ഉണങ്ങി നിന്ന ഇലകൾ അവിടെ വെച്ച് തന്നെ ഉണങ്ങി നിന്ന ഇലകൾ അതുപോലെ തന്നെ ഉണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തേക്ക് പിന്നെ ഉണക്ക് ബാധിച്ചിട്ടില്ല. കാണുന്നുണ്ടല്ലോ. ഇത് ആ ഒരു ചൂട് കൊണ്ട് കായ വരെ അതിൻ്റെ ആ ജാതി ഉണ്ടല്ലോ അതുവരെ ഉണങ്ങിപ്പോയ ഒരു തൈയാണ്. പക്ഷേ ഇതിലാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. നല്ല രീതിയിൽ തളിരുകളും പുതിയ നാമ്പുകളും ഒക്കെ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിരിച്ച് കയറി വരുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേട്ടോ നമ്മളുള്ളത്. കാരണം അത്രയ്ക്കും തളിരുകളും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ചേർത്ത വളം പറഞ്ഞുതരാം. ഇത് വീസോൾ എന്ന പേരുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറും അതുപോലെ വീസോമാക്സ് എന്ന് പേരുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജാതിക്ക് അടിച്ചു കൊടുത്തത്. ഇതിൽ വരുന്ന കണ്ടൻറ്റ് നൈട്രജനും ഫോസ്ഫറസ് പൊട്ടാഷ്, ഇത് 3 ഇതിൽ വരുന്ന കണ്ടൻറ്റ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടൻറ്റ്. ഇത് 5 മില്ലിയാണ് ചേർത്ത് നമുക്ക് ശരിക്ക് റെക്കമെൻഡേഷൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2.5 മില്ലി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. ഈ ലിക്വിഡ് ഫെർട്ടിലൈസറിനെ പറ്റിയിട്ട് ഇതേപോലത്തെ ഒരു ഡീറ്റെയിൽ വായിക്കാനിടയായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് തീരുമാനിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അടങ്ങിയിരിക്കുന്നത്, അതേപോലെ തന്നെ ഇതിൽ ഉള്ള മൈക്രോ ന്യൂട്രിയൻസ് എല്ലാ കാര്യങ്ങളും വെച്ച് ഇതിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മളിതൊന്ന് വാങ്ങി പരീക്ഷിച്ചത് കേട്ടോ. എന്തായാലും ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തളിരുകളും കാര്യങ്ങളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാണ്ടല്ലോ. എല്ലാ കമ്പൊന്നും പുതിയ നാമ്പുകൾ പൊട്ടി മുളച്ച് നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ. കാരണം പ്രാവശ്യത്തെ ചൂട് നല്ല രീതിയിലായിരുന്നു. നല്ലൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ജാതിയുടെ ഒപ്പം തന്നെ കുറച്ച് കമുകിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകൾ നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഈ വീഡിയോ തന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഇഞ്ചി കുറച്ച് നടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതിന് തടമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയാണ്. അതൊന്ന് കാണിച്ചു തരാം. ഇത് ഇഞ്ചിയുടെ വിത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. നമ്മൾ ചപ്പൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ വർഷത്തെ ബാക്കി കുറച്ച് വിത്തിഞ്ചിയായിട്ട് എടുത്ത് വെച്ചതാണ്. കാണുന്നുണ്ടല്ലോ, ചപ്പിൻ്റെ ഉള്ളിൽ മൂടി വെച്ചാൽ അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. എല്ലാ ഇഞ്ചിയും അത്യാവശ്യം വൃത്തിയാക്കി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞളാണ് അപ്പുറത്തുള്ളത് കേട്ടോ. അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ഇഞ്ചിയുടെ തടം എടുത്തതാണ്. ഇത് ഏകദേശം ഒരാഴ്ച മുമ്പ് നമ്മൾ തടമൊക്കെ എടുത്ത് എല്ലാ തടങ്ങളും സെറ്റാക്കി അതിൽ നമ്മൾ പ്രാവശ്യം ഡോളമൈറ്റാണ് ഇട്ട് കൊടുത്തത്. ഡോളമൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് തടം ഇതേപോലെ വെള്ളമൊക്കെ വാർന്നു പോകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-12 ദിവസമായി നമ്മൾ അതേപോലെ ഇട്ടിട്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഇഞ്ചി നടാൻ പോകുന്നത്. ഇതിൽ ചെറിയ കുഴികൾ, ഒരു കൈ കൊണ്ട് ചെറിയൊരു ഇഞ്ചി തൂമ്പുണ്ടല്ലോ, അതുകൊണ്ട് ചെറിയ കുഴികൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചി കൃഷിയെ പറ്റി ബേസിക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഏക്കറിന് ഏകദേശം ഒരു 600 കിലോ ഇഞ്ചി വേണ്ടി വരും നമുക്ക് നടാൻ. ഇത് ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് ഇഞ്ചി. നമ്മൾ രോഗങ്ങളൊന്നും ബാധിക്കാത്ത അങ്ങനത്തെ വിത്തുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഏകദേശം ഒരു 15 ഗ്രാമെങ്കിലും ഭാരം വേണമെന്നുള്ളതാണ് കണക്ക്. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഇടേണ്ടത്. ഒരു 20-25 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ കുഴിയിൽ നമുക്ക് ഒരു 4-5 സെൻറ്റിമീറ്റർ ആഴത്തിൽ നമുക്ക് ഇതേപോലെ ഇഞ്ചിയുടെ ആ ഒരു കഷ്ണങ്ങൾ നടാം. വെള്ളക്കെട്ട് ഈ ഇഞ്ചിക്ക് അതിജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലൊക്കെ ചാല് കീറുന്നത് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കണേ. അതുപോലെ തന്നെ കുമ്മായ അല്ലെങ്കിൽ ഡോളമൈറ്റ് സെൻറ്റിനാണ് കണക്ക് കൂട്ടുക. ഏകദേശം 1 മുതൽ 3 കിലോ വരെ ഒരു സെൻറ്റിന് ഇത് നമ്മൾ ഇട്ട് കൊടുക്കണം. കുമ്മായ അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പ്രാവശ്യം ഡോളമൈറ്റാണ് ഇട്ടതെന്ന് മാത്രം.
അതുപോലെ തന്നെ ഒരു സെൻറ്റിന് 40 കിലോഗ്രാമെങ്കിലും മിനിമം ജൈവവളം വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ആ വിത്തന്നെ ഇട്ടിട്ട് അതിൽ ജൈവവളമൊക്കെ പാടെ ഇട്ടിട്ടാണ് നമ്മൾ മൂടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പട്ട വെട്ടിയിടും. അതിനാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന പട്ട കണ്ടത്. അത് വേറെ ഒന്ന് ഇളക്കാതിരിക്കാനും കുറച്ച് ഷെയ്ഡ് കിട്ടാനും അതുപോലെ തന്നെ ഇത് തിരിച്ച് കയറി വരുമ്പോൾ നമ്മൾ ആ പട്ട എടുത്ത് മാറ്റുകയും ചെയ്യുക. വിത്തുകളൊക്കെ പൊട്ടി മുളച്ച് വരുമ്പോൾ ഈ പട്ടകളൊക്കെ എടുത്ത് മാറ്റും. ഇതൊക്കെ അതിലിരിക്കുന്നതാണ് കേട്ടോ. അതിലൊക്കെ നമ്മൾ ഇട്ടതാണ്. ഈ ഇഞ്ചി നമ്മൾ ഇതിലൊക്കെ ഇട്ടതാണ്. പട്ടയുടെ മെയിൻ കഷ്ണങ്ങൾ എടുത്ത് മാറ്റുള്ളൂ, മറ്റത് അതിൽ വളം തന്നെ ആയിട്ടായി തന്നെ ചേർന്നോളൂ. ഇതിലേക്കൊക്കെ പട്ട വെച്ച് മറയ്ക്കാനുണ്ട്. ഇനി ഈ ഇഞ്ചി നടുമ്പോൾ അതിന് വരുന്ന രോഗങ്ങളെ പറ്റിയിട്ട് ചെറുതായിട്ടൊരു അവലോകനം തരാം. മെയിനായിട്ട് ബാധിക്കുന്ന രോഗങ്ങൾ ചീച്ചിൽ, ബാക്ടീരിയൽ വാട്ടം, തണ്ടുതുരപ്പൻ, ശൽക്കകീടം, ഇലതീനി വണ്ടുകൾ, ഇലചുരുട്ടിപ്പുഴു എന്നിവയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന കീടങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചീച്ചിലും ബാക്ടീരിയൽ വാട്ടവും ഒക്കെയാണ്. ഈ ചീച്ചിലിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നീർവാർച്ചയില്ലായ്മയായിരിക്കും പ്രധാനമായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ നല്ല വിത്ത് ഉപയോഗിക്കാത്തതായിരിക്കും. ഈ കടഭാഗം ചീഞ്ഞു പോവുക, അതുപോലെ തന്നെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും ഈ തണ്ടുകളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ട്രൈക്കോഡർമ ഒക്കെ ചേർത്ത ജൈവവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇനി അഥവാ അത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രിക്കാനായിട്ട് കോപ്രോക്സിക്ലോറൈഡോ അല്ലെങ്കിൽ ബോർഡോ മിശ്രിതോ ഇടയ്ക്ക് തളിക്കണം. നമ്മൾ മഴക്കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതെന്തായാലും 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് എന്തായാലും ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരും. അതേപോലെ തന്നെ ബാക്ടീരിയൽ വാട്ടമാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സൂഡോമോണസ് ലായനി മുക്കിയിട്ടുള്ള വിത്തുകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നടന്ന സമയത്ത് ഒരു 20 ഗ്രാം സൂഡോമോണസോ അല്ലെങ്കിൽ ലിക്വിഡോ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് നടന്ന കുഴികളിലോ ആ മണ്ണിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയും ബാക്ടീരിയൽ വാട്ടത്തേക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ തണ്ടുതുരപ്പനും ശൽക്കകീടങ്ങളൊക്കെ സാധാരണ നമ്മൾ ഈ കുനാൽഫോസോ ഡൈമത്തേറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവയെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് കൃഷിയെപ്പറ്റി കൂടുതൽ, ഇഞ്ചി കൃഷിയും മറ്റ് ഡീറ്റെയിൽസും കൂടുതൽ അറിയാൻ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.